ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കലാരൂപം ഏതാണ്? ഗർഭ. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കലാരൂപം ഗുജറാത്തിലെ നൃത്തമായ ഗർഭയാണ്. 52ാമത് ഓടക്കുഴൽ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2021 51ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? സാറ ജോസഫാണ്. കൃതി ബുധിനി. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധനും 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനുമാണ്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം ഏതാണ്? എൻലെസ് ബോർഡേഴ്സ്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം എൻലെസ് ബോർഡേഴ്സ് ആണ്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച OTT വെബ് സീരീസിന് ഏർപ്പെടുത്തിയ ആദ്യ പുരസ്കാരം നേടിയ പരമ്പര ഏതാണ്? പഞ്ചായത്ത് സീസൺ 2. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച OTT വെബ് സീരീസിന് ഏർപ്പെടുത്തിയ ആദ്യ പുരസ്കാരം നേടിയ പരമ്പര പഞ്ചായത്ത് സീസൺ 2 ആണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സേതു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് C രാധാകൃഷ്ണനാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? C രാധാകൃഷ്ണൻ. സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ചൊവ്വാഗ്രഹത്തിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അക്ഷത കൃഷ്ണമൂർത്തി. ചൊവ്വാഗ്രഹത്തിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തിയാണ്. ജമ്മു കാശ്മീരിൻ്റെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സുരേഷ് റെയ്ന. ജമ്മു കാശ്മീരിൻ്റെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയാണ്. 2022 വിരമിച്ച പ്രശസ്തയായ വനിതാ ടെന്നീസ് താരമാരാണ്? സെറീന വില്യംസ്. 2022 വിരമിച്ച പ്രശസ്തയായ വനിതാ ടെന്നീസ് താരം സെറീന വില്യംസ് ആണ്. കാലം സാക്ഷി എന്നത് ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടിയുടെ. കാലം സാക്ഷി എന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? ഇ-റുപ്പി. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഇ-റുപ്പി. സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ്? സുരേഖ യാദവ്. സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവാണ്. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? 2023 ജനുവരി 7. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 ജക്കാർത്തയിൽ നടന്ന അണ്ടർ 17 പുരുഷ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ജർമ്മനിയാണ്. ജക്കാർത്തയിൽ നടന്ന അണ്ടർ 17 പുരുഷ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ജർമ്മനിയാണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് എന്നാണ്? 2023 ഡിസംബർ 11. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ്? 2023 ഡിസംബർ 11. 2023 33ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ബി പുഷ്പഭാരതിക്ക്.
2023 33ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ബി പുഷ്പഭാരതിക്കാണ്. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. രാജസ്ഥാൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഭജൻലാൽ ശർമ്മ. രാജസ്ഥാൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് ഭജൻലാൽ ശർമ്മയാണ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2023 വേദി എവിടെയാണ്? ഖത്തർ. ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ 2023 വേദി ഖത്തറാണ്. 2023 കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം ഏതായിരുന്നു? ചിൽഡ്രൻ ഓഫ് നോബഡി. 2023 കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം ചിൽഡ്രൻ ഓഫ് നോബഡിയാണ്. ഇന്ത്യയിൽ താഴെത്തട്ടിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭം ഏതാണ്? ഖേലോ ഇന്ത്യ പദ്ധതി. ഇന്ത്യയിൽ താഴെത്തട്ടിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭം ഖേലോ ഇന്ത്യ പദ്ധതിയാണ്. 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കേരളം. 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി കേരളമാണ്. 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. 2023 ഇന്ത്യ സഹകരിക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ ദൗത്യം ഏതാണ്? ആർട്ടമിസ് അക്കോർഡ്. 2023 ഇന്ത്യ സഹകരിക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ ദൗത്യം ഏതാണ്? ആർട്ടമിസ് അക്കോർഡ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. ശനിക്ക് 145 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 145 സൗദി അറേബ്യയിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? റയാന ബർണാവി. സൗദി അറേബ്യയിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി റയാന ബർണാവിയാണ്. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ആർട്ടിമിസ്. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടിമിസ്. നാസയുമായി ചേർന്ന് ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ധാരണയിലായ മൊബൈൽ കമ്പനി ഏതാണ്? നോക്കിയ. നാസയുമായി ചേർന്ന് ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ധാരണയിലായ മൊബൈൽ കമ്പനി നോക്കിയാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? മമ്മൂട്ടി. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയുമാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? കുഞ്ചാക്കോ ബോബനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയാണ്. സമുദ്ര ഗവേഷണം, പര്യവേഷണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ ദൗത്യം ഏതാണ്? സമുദ്രയാൻ. സമുദ്ര ഗവേഷണം, പര്യവേഷണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ ദൗത്യമാണ് സമുദ്രയാൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ്? INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? മനോജ് മുകുന്ദ് നരവനെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ്. ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിൻ്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരത്തിന് അർഹയായ കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജിക്കൽ ഫോറത്തിൻ്റെ
ഫീൽഡ് ഡിസ്കവറി പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല കേരള സർവകലാശാലയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈലസ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈലസ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2023 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണിക്കര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? കുന്നമംഗലം ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ക്ഷേത്രത്തിനാണ് 2023 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണിക്കര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കുന്നമംഗലം ക്ഷേത്രമാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി UN മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് പ്രയാസ്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി UN മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് പ്രയാസ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ലോക നേതാക്കളിൽ ഒന്നാമതെത്തിയ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ലോക നേതാക്കളിൽ ഒന്നാമതെത്തിയത് നരേന്ദ്രമോദിയാണ്. 3D പ്രിന്റിംഗ് വഴി മുഖഭാവങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. 3D പ്രിന്റിംഗ് വഴി മുഖഭാവങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? റെബേക്ക വെൽച്ച്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി റെബേക്ക വെൽച്ചാണ്. US-ലെ ലാസ് വേഗസിൽ നടന്ന മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? സർഗം കൗശൽ. US-ലെ ലാസ് വേഗസിൽ നടന്ന മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി സർഗം കൗശലാണ്. അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? ലിയോ വരദ്കർ. അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ലിയോ വരദ്കർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ സർവകലാശാല കേരള കാർഷിക സർവകലാശാലയാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? കോഴിക്കോട്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കോഴിക്കോടായിരുന്നു. ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഒലി എന്ന ആമ. ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിലെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയായിരുന്നു. സമഗ്രയുടെ പ്രഥമ BS രാജീവ് പുരസ്കാരം നേടിയത് ആരാണ്? ഇന്ദ്രൻസ്. സമഗ്രയുടെ പ്രഥമ BS രാജീവ് പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് ആണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ഗിർ പശു ഏതാണ്? ഗംഗ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ഗിർ പശുവാണ് ഗംഗ. കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പയ്യന്നൂർ. കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് പയ്യന്നൂരിലാണ്. ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും ചേർന്ന് കൊളംബോയിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? സ്ലിനക്സ് 2023. ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും ചേർന്ന് കൊളംബോയിൽ ആരംഭിച്ച സംയുക്ത സൈനിക അഭ്യാസമാണ് സ്ലിനക്സ് 2023. ഇന്ത്യയിലെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്.
തായ്ലൻഡ് ഓപ്പൺ നീന്തലിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? സജൻ പ്രകാശ്. തായ്ലൻഡ് ഓപ്പൺ നീന്തലിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിൽ സ്വർണം നേടിയ മലയാളി താരം സജൻ പ്രകാശാണ്. സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം എന്ന പദ്ധതി. സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ധീരം എന്നാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ നോവൽ ഏതാണ്? നിശബ്ദ സഞ്ചാരങ്ങൾ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ നോവലാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? കെ വിനോദ് ചന്ദ്രൻ. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ. സാറ ജോസഫിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? നാർമടിപ്പുടവ. സാറ ജോസഫിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി നാർമടിപ്പുടവയാണ്. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2023 ഏപ്രിൽ 26. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2023 ഏപ്രിൽ 26. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? നിസാർ. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ്? ജ്യൂസ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ്. വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിലൂടെയാണ്. വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചത്? ഇന്ത്യ സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇന്ത്യ സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചത്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ലോകത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപിക ഏതാണ്? ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു അധ്യാപികയ്ക്ക് രൂപം നൽകിയത്. ലോകത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപികയാണ് ബിയാട്രിസ്. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത ആരാണ്? കിം പെട്രാസ്. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടൊവിനോ തോമസിന്. 2018 എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? ഓസ്ട്രേലിയൻ താരമായ ഗ്ലെൻ മാക്സ്വെൽ. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഓസ്ട്രേലിയൻ താരമായ ഗ്ലെൻ മാക്സ്വെൽ ആണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നികിത ജോബി. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ് നികിത ജോബി പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. 21 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യം ഏതാണ്? PSLV-C-54. 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV-C-54. ഇത് വിക്ഷേപിച്ചത് എന്നാണ്? 2022 നവംബർ 26-നാണ്.
PSLV-C 54 വിക്ഷേപിച്ചത് 2022 നവംബർ 26-നാണ്. PSLV-C 54 ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആയിരുന്ന മലയാളി ആരാണ്? R. ബിജു. PSLV-C 54 ദൗത്യത്തിൻ്റെ ഡയറക്ടറായ മലയാളി R. ബിജു ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം എസ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം എസ്. ഇത് വിക്ഷേപിച്ചതെന്നാണ് 2022 നവംബർ 18-നാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ആണ്. 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ്. 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ തീം വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ആണ്. 2020 ഇന്ത്യക്കാരുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് അർഹനായത് ആരാണ്? ശുഭ്മാൻ ഗിൽ. 126 റൺസ്. 2020 ഇന്ത്യക്കാരുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യക്കായി 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ്? ശുഭ്മാൻ ഗില്ല്. ഇന്ത്യക്കായി 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ശുഭ്മാൻ ഗില്ല്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന സ്ക്വാഡിൻ്റെ പേരെന്താണ്? കെമു. കേരള എക്സൈസ് മൊബൈൽ ഇൻവെൻഷൻ യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന സ്ക്വാഡാണ് കെമു. കെമുവിൻ്റെ പൂർണ്ണരൂപം കേരള എക്സൈസ് മൊബൈൽ ഇൻവെൻഷൻ യൂണിറ്റ് എന്നാണ്. അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ 3ാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ. അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ 3ാമത് പുരസ്കാരത്തിന് അർഹനായത് വിദ്യാധരൻ മാസ്റ്ററാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ ശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? ഐഗോട്ട് കർമ്മയോഗി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ ശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഐഗോട്ട് കർമ്മയോഗി. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ്? കാതറീന കാമ്പോസ്. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാമ്പോസ് ആണ്. മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരി എന്ന ചുമതല നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരി ചുമതല നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ്? ഡി ഗുഗേഷ്. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല ഏതാണ്? കാലിക്കട്ട് സർവകലാശാല. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല കാലിക്കട്ട് സർവകലാശാലയാണ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ സുഹൃത പോൾകുമാറിൻ്റെ കൃതി ഏതാണ്? സാൾട്ട് ആൻഡ് പേപ്പർ സെലക്റ്റഡ് പോയംസ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ സുഹൃത പോൾകുമാറിൻ്റെ കൃതി സാൾട്ട് ആൻഡ് പേപ്പർ സെലക്റ്റഡ് പോയംസ് എന്ന കൃതിയാണ്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരണബാല്യം. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. 2024 നടക്കുന്ന പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആരാണ്? ഡോക്ടർ സബീര പ്രകാശ്. 2024 നടക്കുന്ന പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ഡോക്ടർ സബീര പ്രകാശാണ്. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? കൊച്ചി.
സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം കൊച്ചിയാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച ഓസ്കാർ ബഹുമതി നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രം പാരസൈറ്റിലൂടെ ശ്രദ്ധേയനായ നടൻ ആരാണ്? ലീ സൺ ക്യാൻ. 2023 ഡിസംബറിൽ അന്തരിച്ച ഓസ്കാർ ബഹുമതി നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലൂടെ ശ്രദ്ധേയനായ നടനാണ് ലീ സൺ ക്യാൻ. അന്തരിച്ച പ്രശസ്ത തമിഴ് നടനും DMK നേതാവുമായ വ്യക്തി ആരാണ്? വിജയകാന്ത്. അന്തരിച്ച പ്രശസ്ത തമിഴ് നടനും DMK നേതാവുമായ വ്യക്തി വിജയകാന്താണ്. 2023 ഡിസംബറിൽ റൂംബേ നെറ്റ്വർക്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇൻഡ് ബാങ്ക്. 2023 ഡിസംബറിൽ റൂപേ നെറ്റ്വർക്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഇൻഡ് ബാങ്കാണ്. 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 2023 ഡിസംബറിൽ കേരളത്തിലെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? ഭാരത് GPT. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമാണ് ഭാരത് GPT. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA പൂർണ്ണരൂപമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ RV അശോകൻ. IMAയുടെ ദേശീയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ RV അശോകനാണ്. അടുത്തിടെ അന്തരിച്ച ഓസ്കാർ പുരസ്കാരം നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിൽ അഭിനയിച്ച നടൻ ആരാണ്? ലീ സൺ. കൊറിയൻ സിനിമയായ പാരസൈറ്റിൽ അഭിനയിച്ച അടുത്തിടെ അന്തരിച്ച നടൻ ലീ സൺ ആണ്. ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച റഷ്യൻ വിദേശകാര്യമന്ത്രി ആരാണ്? സെർജി ലാവ്റോവ്. ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച റഷ്യൻ വിദേശകാര്യമന്ത്രിയാണ് സെർജി ലാവ്റോവ്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ക്രിഷ്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രിഷ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡെക്കർ ബോട്ടിൻ്റെ പേരെന്താണ്? ഇന്ദ്ര. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡെക്കർ ബോട്ടാണ് ഇന്ദ്ര. കേരളത്തിലെ ആദ്യ ജനിതക രോഗ വിഭാഗം നിലവിൽ വന്ന ആശുപത്രി ഏതാണ്? SAT ആശുപത്രി, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിലാണ് കേരളത്തിലെ ആദ്യ ജനിതക രോഗ വിഭാഗം നിലവിൽ വന്നത്. 2023 ഡിസംബറിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ജീവി ഏതാണ്? യുറേഷ്യൻ ഒട്ടർ. 2023 ഡിസംബറിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ജീവിയാണ് യുറേഷ്യൻ ഒട്ടർ. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം ഏതാണ്? ഒസേറിസ് റെക്സ്. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യമാണ് ഒസേറിസ് റെക്സ്. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? ചിരാഗ് സെൻ. ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ചിരാഗ് സെൻ ആണ്. CISFൻ്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? നീന സിംഗ്. CISFൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത നീന സിംഗ് ആണ്. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ്? 2023 ജൂലൈ 18. ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18.
പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്ക് അനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്ക് അനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയയാണ്. നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി ആരംഭിച്ച ആപ്പ് ഏതാണ്? ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിന് വേണ്ടി ആരംഭിച്ച ആപ്പ് ചലോ ആപ്പാണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് ആരുടെ ആത്മകഥയാണ്? ശൈലജ ടീച്ചർ. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ശൈലജ ടീച്ചറിൻ്റെതാണ്. മുൻ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. 2023 ലോക അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. 2023 ലോക അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. അതിദരിദ്രരായ കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കുന്ന ഭക്ഷ്യവകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഒപ്പം. അതിദരിദ്രരായ കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കുന്ന ഭക്ഷ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഒപ്പം. 2023 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയതാരാണ്? മാഗ്നസ് കാൾസൺ. 2023 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. ചെസ്സിലെ 1-ാം നമ്പർ താരമാണ് മാഗ്നസ് കാൾസൺ. 2023 ഡിസംബറിൽ 1800 വർഷത്തിലധികം പഴക്കമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. 2023 ഡിസംബറിൽ 1800 വർഷത്തിലധികം പഴക്കമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. കർണാടക ഫൈനലിൽ പരാജയപ്പെടുത്തിയത് മേഘാലയയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. കർണാടക ഫൈനലിൽ പരാജയപ്പെടുത്തിയത് മേഘാലയയാണ്. 2023 മാർച്ച് 22 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2023 മാർച്ച് 22 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ആക്സിലറേറ്റിംഗ് ചേഞ്ച് എന്നായിരുന്നു. 2022 PK കാളൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ രാമൻ. 2022 PK കാളൻ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമനാണ്. ഇന്ത്യയിൽ യുവജന വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനം ഏതാണ്? മേരാ യുവ ഭാരത്. ഇന്ത്യയിൽ യുവജന വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് മേരാ യുവ ഭാരത്. കേരളത്തിൽ പുതുതായി മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത KB ഗണേഷ് കുമാറിന് ചുമതലയുള്ള വകുപ്പ് ഏതാണ്? ഗതാഗത വകുപ്പ്. കേരളത്തിൽ പുതുതായി മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത KB ഗണേഷ് കുമാറിന് ചുമതലയുള്ള വകുപ്പ് ഗതാഗത വകുപ്പാണ്. 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയോൺ ബാറ്ററിയുടെ സഹസൃഷ്ടാവും നോബൽ സമ്മാന ജേതാവുമായ വ്യക്തി ആരാണ്? ജോൺ ഗുഡി നോബ്. ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി. അപ്പോൾ 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയോൺ ബാറ്ററിയുടെ സഹസൃഷ്ടാവും നോബൽ സമ്മാന ജേതാവുമായ വ്യക്തി ജോൺ ഗുഡി നോബാണ്. 2023 ജൂൺ 13 പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. 2023 ജൂൺ 13 പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 127. 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. ആമസോൺ കാടുകളിൽ വിമാന അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ അന്വേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്.
ആമസോൺ കാടുകളിൽ വിമാന അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ അന്വേഷണ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്, അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക, അതുവഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് നോക്കാം. 2024 ജനുവരി 1 സതീഷ് ധവാൻ ബഹിരാകാശ നിലയം, അത് ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യയുടെ ബഹിരാകാശ നിലയമാണ് ഈ സതീഷ് ധവാൻ ബഹിരാകാശ നിലയം. അപ്പോൾ അവിടെ നിന്നുമാണ് 2024 ജനുവരി 1 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? PSLV-C-58. വിക്ഷേപണ വാഹനം PSLV-C-58 ആണ്. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഓറൽ കീമോതെറാപ്പി മരുന്നിൻ്റെ പേരെന്താണ്? പ്രീവാൾ. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ഓറൽ കീമോതെറാപ്പി മരുന്നാണ് പ്രീവാൾ. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കൊല്ലം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലമാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയാണ്. CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? അനീഷ് ദയാൽ സിംഗ്. CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ആണ്. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് നടി ആരാണ്? ദീപിക പദുക്കോൺ. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് നടി ദീപിക പദുക്കോൺ ആണ്. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ദ്വാരക. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ്. മഡ്ഗാവ് ഡോക്ക് ലിമിറ്റഡ് ആണ് ഈ ദൗത്യത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുന്നത്. റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ബൈക്ക് എക്സ്പ്രസ്. റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? K-സ്മാർട്ട്. ഇത് നിലവിൽ വന്നത് ഈ ജനുവരി 1 2024 ജനുവരി 1 K-സ്മാർട്ട് നിലവിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് ആരാണ്? MK കുഞ്ഞോൾ. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് MK കുഞ്ഞോളാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. 2022 TV ചന്ദ്രൻ ലഭിച്ച JC ഡാനിയൽ പുരസ്കാരം എത്രാമത്തെ JC ഡാനിയൽ പുരസ്കാരമാണ്? 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരമാണ് 2022 TV ചന്ദ്രന് ലഭിച്ചത്. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? KP കുമാരനാണ്. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് KP കുമാരനാണ്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി 2020 KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി 2020 KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ.
2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ്. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി ജയചന്ദ്രനും. 2019 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ഹരിഹരനുമാണ്. 2019 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ്. JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപ. JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാണ്? 2021 ജൂലൈ 20. ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബെസോസ് ബഹിരാകാശ യാത്ര നടത്തിയതെന്നാണ്? 2021 ജൂലൈ 20 ഇദ്ദേഹം യാത്ര ചെയ്ത ആ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് എന്ന വാഹനത്തിലാണ് ഇദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത്. ജെഫ് ബെസോസ് ബഹിരാകാശ യാത്ര നടത്തിയ ആ വാഹനത്തിൻ്റെ പേരെന്താണ്? ന്യൂ ഷെപ്പേർഡ്. ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് എന്ന വാഹനത്തിലാണ് ഇദ്ദേഹം യാത്ര നടത്തിയത്. ആർടെമിസ് 5 വാഹന നിർമ്മാണ കരാർ ലഭിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ബ്ലൂ ഒറിജിൻ. ആർടെമിസ് 5 വാഹന നിർമ്മാണ കരാർ ലഭിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയാണ്. രണ്ടാമതായി ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? അശ്വിൻ ശേഖർ. 2 മലയാളികളുടെ പേരാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യമായി ഒരു ചിഹ്നഗ്രഹത്തിന് മലയാളിയുടെ പേര് നൽകുന്നത് വൈനു ബാപ്പു എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. രണ്ടാമതായി ഒരു ചിഹ്നഗ്രഹത്തിന് മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര് നൽകിയത് അശ്വിൻ ശേഖർ എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? വില്യം ഷാറ്റ്നർ. ഇദ്ദേഹത്തിന് 90 വയസ്സ് ഉള്ളപ്പോഴാണ് ഇദ്ദേഹം 2021 ഒക്ടോബർ 13 ബഹിരാകാശ യാത്ര നടത്തിയത്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശുവികസന വകുപ്പ് സജ്ജമാക്കിയ പുതിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? കുഞ്ഞാപ്പ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശുവികസന വകുപ്പ് സജ്ജമാക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ്. സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വി കൺസോൾ. സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനാണ് വി കൺസോൾ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? പൊൽ ആപ്പ്. കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷനാണ് പൊൽ ആപ്പ്. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാർ വെബ് പോർട്ടൽ ഏതാണ്? ഇ ഹെൽത്ത്. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടലാണ് ഇ ഹെൽത്ത്. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നിർവഹിക്കുന്നതിനായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? മീ കോപ്സ്. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നിർവഹിക്കുന്നതിനായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മീ കോപ്സ്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. INS വിക്രാന്ത് നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. INS വിക്രാന്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. നേപ്പാളി ആർമിയുടെ ഓണററി ജനറൽ പദവി ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. നേപ്പാളി ആർമിയുടെ ഓണററി ജനറൽ പദവി ലഭിച്ച ഇന്ത്യക്കാരൻ ജനറൽ മനോജ് പാണ്ഡെയാണ്. ടെന്നീസിൽ കൂടുതൽ കാലം ലോക 1-ാം നമ്പർ സ്ഥാനത്ത് തുടരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ സെർബിയൻ താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്.
ടെന്നീസിൽ കൂടുതൽ കാലം ലോക 1-ാം നമ്പർ സ്ഥാനത്ത് തുടരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഫെബ്രുവരി 5 ദുബായിൽ വെച്ച് അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? ജനറൽ പർവേഷ് മുഷറഫ്. 2023 ജനുവരി 5 ദുബായിൽ വെച്ച് അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റാണ് ജനറൽ പർവേഷ് മുഷറഫ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിൽ സ്റ്റേഡിയം വന്നത് ആരുടെ പേരിലാണ്? റാണി രാംപാൽ. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിൽ സ്റ്റേഡിയം വന്നത് റാണി രാംപാലിൻ്റെ പേരിലാണ്. ഉത്തർപ്രദേശിലെ MCF റായ്ബറേലി സ്റ്റേഡിയത്തിനാണ് റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് എന്ന് പുനർനാമകരണം ചെയ്തത്. 2023 ഫെബ്രുവരി 2 അന്തരിച്ച 2016 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? കെ വിശ്വനാഥ്. 2023 ഫെബ്രുവരി 2 അന്തരിച്ച 2016 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് കെ വിശ്വനാഥാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് ആരാണ്? പിണറായി വിജയൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങൾ കളിക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങൾ കളിക്കുന്നത്. സിനിമാ താരം ഇന്നസെന്റ് അന്തരിച്ചതെന്നാണ്? 2023 മാർച്ച് 26. സിനിമാ താരം ഇന്നസെന്റ് അന്തരിച്ചത് 2023 മാർച്ച് 26 2023 ചൈനയുടെ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷീ ജിൻപിങ് ആണ്. 2023 ചൈനയുടെ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷീ ജിൻപിങ് ആണ്. അത്ലറ്റിക്സിലെ ഏതെങ്കിലും വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്ര. അത്ലറ്റിക്സിലെ ഏതെങ്കിലും വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. മലേഷ്യൻ മാസ്റ്റേഴ്സിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സിംഗിൾസ് താരം ആരാണ്? മലയാളിയായ HS പ്രണോയ്. മലേഷ്യൻ മാസ്റ്റേഴ്സിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സിംഗിൾസ് താരം മലയാളിയായ HS പ്രണോയ് ആണ്. 2023 പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗ് ലോങ് ജമ്പിൽ 3-ാം സ്ഥാനം നേടിയ മലയാളി താരം ആരാണ്? M ശ്രീശങ്കർ. 2023 പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗ് ലോങ് ജമ്പിൽ 3-ാം സ്ഥാനം നേടിയ മലയാളി താരം M ശ്രീശങ്കർ ആണ്. ഇന്ത്യക്കായി T20 മത്സരം കളിക്കുകയും വിക്കറ്റ് നേടുകയും ചെയ്യുന്ന ആദ്യ മലയാളി വനിതാ താരം ആരാണ്? മിന്നു മണി. വയനാട് സ്വദേശിയായ മിന്നു മണിയാണ് ഇന്ത്യക്കായി T20 മത്സരം കളിക്കുകയും വിക്കറ്റ് നേടുകയും ചെയ്യുന്ന ആദ്യ മലയാളി വനിതാ താരം. വിഡ്സൺ ക്രിക്കറ്റ് മാസികയുടെ 2022 മികച്ച 5 ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഹർമൻപ്രീത് കൗർ. വിഡ്സൺ ക്രിക്കറ്റ് മാസികയുടെ 2022 മികച്ച 5 ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം ഹർമൻപ്രീത് കൗർ ആണ്. 2023 ബാങ്കോക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പുരുഷ ട്രിപ്പിൾ ജമ്പിൽ ചാമ്പ്യനായ മലയാളി താരം ആരാണ്? അബ്ദുള്ള അബൂബക്കർ. 2023 ബാങ്കോക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പുരുഷ ട്രിപ്പിൾ ജമ്പിൽ ചാമ്പ്യനായ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ആണ്. 2023 ബുഡാപെസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. 2023 ബുഡാപെസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. ഇന്ത്യൻ IT കമ്പനിയായ ഇൻഫോസിസിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ടെന്നീസ് താരം ആരാണ്? റഫേൽ നദാൽ. ഇന്ത്യൻ IT കമ്പനിയായ ഇൻഫോസിസിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ടെന്നീസ് താരം റഫേൽ നദാലാണ്. 2023 വിശ്വനാഥൻ ആനന്ദിൻ്റെ റെക്കോർഡ് മറികടന്ന് ഇന്ത്യയിലെ 1-ാം നമ്പർ ചെസ് താരമായത് ആരാണ്? D ഗുകേഷ്. 2023 വിശ്വനാഥൻ ആനന്ദിൻ്റെ റെക്കോർഡ് മറികടന്ന് ഇന്ത്യയിലെ 1-ാം നമ്പർ ചെസ് താരമായത് D ഗുകേഷ് ആണ്. 2023 കോപ്പൻഹേഗൻ വേദിയായി നടന്ന ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? HS
പ്രണോയ്. 2023 കോപ്പൻഹേഗൻ വേദിയായി നടന്ന ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം HS പ്രണോയിയാണ്. ടെന്നീസ് ഗ്രാൻഡ്സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡിനുടമയായ ഇന്ത്യൻ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. ടെന്നീസ് ഗ്രാൻഡ്സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ചാണ്ടി ഉമ്മൻ. ഭൂരിപക്ഷം 37,719 വോട്ടായിരുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 27. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 27. 2023 സെപ്റ്റംബർ 24 അന്തരിച്ച സിനിമാ സംവിധായകൻ KG ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? സ്വപ്നാടനം. 2023 സെപ്റ്റംബർ 24 അന്തരിച്ച സിനിമാ സംവിധായകൻ KG ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ സ്വപ്നാടനം എന്ന സിനിമയാണ്. 2016 JC ഡാനിയൽ പുരസ്കാര ജേതാവായിരുന്നു KG ജോർജ്. KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയ വർഷം ഏതാണ്? 2016. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം രോഹിത് ശർമ്മയാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചത് വിരാട് കോഹ്ലിയാണ്. ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരാകുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ആരെല്ലാമാണ്? ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായിരാജ് റെങ്കി റെഡ്ഡിയുമാണ്. ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരാകുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായിരാജ് റെങ്കി റെഡ്ഡിയുമാണ്. ഏറ്റവും കൂടുതൽ ATP ഫൈനൽസ് കളിക്കുന്ന ടെന്നീസ് താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ATP ഫൈനൽസ് കളിക്കുന്ന കിരീടം നേടുന്ന ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ആണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി ഈ അടുത്താണ് അന്തരിച്ചത്. എന്നാണ്? 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ 23. 2023 IBSF ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? പങ്കജ് അദ്വാനി. 2023 IBSF ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിയാണ്. കേരളത്തിൽ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാർ. കേരളത്തിൽ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദനത്തിൽ അഫ്ഗാനിസ്ഥാനെ പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? മ്യാൻമാർ. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനാണ് കറുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പണ്ടുതൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനെ പിന്തള്ളി കറുപ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം മ്യാൻമാറാണ്. ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വരിക്കാർ എന്നുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ആരുടേതാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. അടുത്ത കാലത്ത് അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരവും പരിശീലകനും ആരാണ്? TA ജാഫർ. അടുത്ത കാലത്ത് അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരവും അതുപോലെ കേരള ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനും ആയിരുന്ന വ്യക്തി ആരാണ്? TA ജാഫറാണ്. അടുത്ത കാലത്ത് അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം പാർട്ടിയുടെ സ്ഥാപക നേതാവും ആരായിരുന്നു? വിജയകാന്ത്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച തമിഴ് സിനിമാ നടനും അതുപോലെ ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവുമായിരുന്ന വ്യക്തി വിജയകാന്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം.
വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? സൊർവേദ് മഹാമന്ദിർ. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സൊർവേദ് മഹാമന്ദിർ ആണ്. ലോങ് ലൈറ്റ് മൂൺ എന്നറിയപ്പെടുന്ന കോൾഡ് മൂൺ പ്രതിഭാസം ദൃശ്യമായത് എന്നാണ്? 2023 ഡിസംബർ 25-26 തീയതികളിൽ. ലോങ് ലൈറ്റ് മൂൺ എന്നറിയപ്പെടുന്ന കോൾഡ് മൂൺ പ്രതിഭാസം ദൃശ്യമായത് 2023 ഡിസംബർ 25-26 തീയതികളിലാണ്. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഹരിയാന. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഹരിയാനയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം നിയന്ത്രിച്ച വനിത ആരാണ്? മല്ലിക സാഗർ. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം നിയന്ത്രിച്ച വനിത മല്ലിക സാഗറാണ്. പ്രഥമ ഒഡിയ ഭാഷാ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഭുവനേശ്വർ. പ്രഥമ ഒഡിയ ഭാഷാ സമ്മേളനത്തിൻ്റെ വേദി ഭുവനേശ്വർ ആയിരുന്നു. ഈ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS ഇംഫാൽ. ഈ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ചെന്നൈ ആശാൻ സ്മാരക അസോസിയേഷൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിന്. ചെന്നൈ ആശാൻ സ്മാരക അസോസിയേഷൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. 2022 ONRI പുരസ്കാരത്തിന് അർഹനായ പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? അമർ മിശ്ര. 2022 ONRI പുരസ്കാരം ലഭിച്ച പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരൻ അമർ മിശ്രയാണ്. മരണാനന്തര ബഹുമതിയായി ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ച ഇന്ത്യയുടെ മുൻ സംയുക്ത സൈനിക മേധാവി ആരായിരുന്നു? ജനറൽ ബിപിൻ റാവത്ത്. മരണാനന്തര ബഹുമതിയായി ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ച ഇന്ത്യയുടെ മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്താണ്. 2022 ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ ലഭിച്ചവർ ആരെല്ലാമാണ്? അജിത് കുമാർ ഡോവലും പ്രസൂൺ ജോഷിക്കും. 2022 ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ ലഭിച്ചവർ അജിത് കുമാർ ഡോവലും പ്രസൂൺ ജോഷിയുമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ജനറൽ ബിപിൻ റാവത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ആണ് ഈ ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ചത്. ഇത് അല്ലാതെ കിട്ടിയ രണ്ടുപേരാണ് അജിത് കുമാർ ഡോവലും പ്രസൂൺ ജോഷിയും. ശാസ്ത്രീയ സംഗീതത്തിനും നൃത്തത്തിനും നൽകിയ സംഭാവനയ്ക്കുള്ള 2022 സുമിത്ര ചരത് റാം അവാർഡ് നേടിയ നർത്തകി ആരാണ്? ഉമാ ശർമ്മ. 2022 സുമിത്ര ചരത് റാം അവാർഡ് നേടിയ നർത്തകി ആരാണ്? ഉമാ ശർമ്മയാണ്. 2021 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? ആവാസവ്യൂഹം. 2021 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത് ആവാസവ്യൂഹം എന്ന സിനിമയാണ്. 2021 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ദുൽഖർ സൽമാനെയാണ്. മികച്ച നടി ദുർഗ കൃഷ്ണയുമായിരുന്നു. 2021 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായത് ദുൽഖർ സൽമാനും നടി ദുർഗ കൃഷ്ണയുമാണ്. 2022 പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2022 പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2021 നടന്ന 13ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയുടെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. 2021 നടന്ന 13ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്ര മേളയുടെ വേദി തിരുവനന്തപുരമായിരുന്നു.
2022 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനും. 2022 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കെല്ലാമാണ്? ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനും. 2021 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ ആരൊക്കെയാണ്? വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ. നേരത്തെ നമ്മൾ പറഞ്ഞ 2022 ഇത്. 2021 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്തിന് അർഹരായവർ ആരൊക്കെയാണ്? വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ. 2023 അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജമ്പ് താരം ആരാണ്? M ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജമ്പ് താരം M ശ്രീശങ്കറാണ്. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആരാണ്? E ഭാസ്കരൻ. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളിയായ കബഡി പരിശീലകൻ E ഭാസ്കരനാണ്. 2023 ഡിസംബർ മാസം സ്ഥാനമൊഴിഞ്ഞ കേരളത്തിലെ മന്ത്രിമാർ ആരെല്ലാമാണ്? ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ. 2023 ഡിസംബർ മാസം സ്ഥാനമൊഴിഞ്ഞ കേരളത്തിലെ മന്ത്രിമാർ ആരെല്ലാമാണ്? ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. 2024 റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ്? ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോ. 2024 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയാണ്. 2023 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഈജിപ്ത് പ്രസിഡന്റായിരുന്ന അബ്ദൽ ഫത്ത അൽ സീസിയാണ്. 2023 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സീസി ആയിരുന്നു. 2023 മികച്ച ട്രാക്ക് അത്ലറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ പുരുഷ താരം ആരാണ്? നോഹ ലൈൽസ്. 2023 മികച്ച ട്രാക്ക് അത്ലറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ പുരുഷ താരം നോഹ ലൈൽസ് ആണ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സുജലം പദ്ധതി. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ ഇന്ത്യയുടെ പുതിയ ടെലികോം നയം എന്താണ്? ടെലി കമ്മ്യൂണിക്കേഷൻ ആക്ട് 2023. ടെലി കമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ ഇന്ത്യയുടെ പുതിയ ടെലികോം നയമാണ്. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? മനോജ് മുകുന്ദ് നരവനെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ്. 2022 ഡിസംബറിൽ UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മോൺട്രിയോൾ. 2022 ഡിസംബറിൽ UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന് വേദിയായ നഗരം മോൺട്രിയോളാണ്. ചലച്ചിത്ര സംവിധായകനായിരുന്ന സച്ചിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുധീഷ് കൊട്ടേമ്പ്രം. ചലച്ചിത്ര സംവിധായകൻ സച്ചിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ കവിതാ പുരസ്കാരം ലഭിച്ചത് സുധീഷ് കൊട്ടേമ്പ്രത്തിനാണ്. 2023 ഇന്ത്യൻ നാവികസേനയും കരസേനയും വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസം ഏതാണ്? ആംബെക്സ് 2023. 2023 ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസമാണ് ആംബെക്സ് 2023. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? ഭോപ്പാൽ. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി ഭോപ്പാലാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? B സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് B സുനിൽകുമാർ ആണ്. ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്? റഷ്യയിലെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്. കാഴ്ച പരിമിതരുടെ 3ാമത് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. കാഴ്ച പരിമിതരുടെ 3ാമത് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം.
പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4-നാണ്. 2023 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നതാണ് 2023 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീം. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? കെ വിശ്വനാഥ്. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര സംവിധായകനാണ് കെ വിശ്വനാഥ്. 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കെ എൻ ബാലഗോപാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എല്ലാവരുടെയും വീടുകളിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2023 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? നേർക്കാഴ്ച. എല്ലാവരുടെയും വീട്ടിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2023 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേർക്കാഴ്ച. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ്. ഇതിൻ്റെ മുദ്രാവാക്യം വൃക്ഷത്തൈ നടു, പാരമ്പര്യം സംരക്ഷിക്കൂ എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? ചെന്നൈ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ചെന്നൈ വിമാനത്താവളമാണ്. 2023 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം എത്രയാണ്? 2. അവ ഏതൊക്കെ ടീമാണ്? കൊച്ചി ബ്ലൂ ടസ്കേഴ്സും കാലിക്കറ്റ് ഹീറോസും. 2023 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം 2 അവ ഏതൊക്കെയാണ്? കൊച്ചി ബ്ലൂ ടസ്കേഴ്സും കാലിക്കറ്റ് ഹീറോസും. 2022 OV വിജയൻ സ്മാരക പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച നോവൽ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയത് PF മാത്യൂസിനാണ്. കൃതി അടിയാളപ്രേതം. അതുപോലെ കഥാവിഭാഗത്തിന് അവാർഡിന് അർഹനായത് VM ദേവദാസാണ്. കൃതി കാടിന് നടുക്കൊരു മരം. 2022 OV വിജയൻ സ്മാരക പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച നോവൽ വിഭാഗത്തിൽ അവാർഡിന് അർഹനായത് PF മാത്യൂസാണ്. കൃതി അടിയാളപ്രേതം. കഥാവിഭാഗത്തിൽ അവാർഡിന് അർഹനായത് VM ദേവദാസാണ്. കൃതി കാടിന് നടുക്കൊരു മരം. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇതിൻ്റെ സംവിധായകൻ ജയരാജാണ്. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഭുവനേശ്വർ. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് ഭുവനേശ്വറിലാണ്. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ച വാട്സപ്പ് ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? ബാൽമിത്ര. ഏഷ്യയിലെ തന്നെ ആദ്യ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ നടന്ന എവിടെയാണ്? ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ. മധ്യപ്രദേശിലെ ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.